ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത് ഇൻസിഡൻറ്റ് നടന്ന് പോലീസ് എൻക്വയറിക്ക് വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നതായിട്ട് ശരിക്കും മാനേജ്മെൻറ്റ് അറിയുന്നത്. ഒരിക്കലും ഇത് ഹോസ്റ്റലിൽ വെച്ച് നടന്ന ഇഷ്യൂ ആണോ, അതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം എവിടെ വെച്ചാണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിവ് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഹോസ്റ്റലിലാണെങ്കിൽ വാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റു കുട്ടികളോ അല്ലെങ്കിൽ മറ്റ് ഈ സംഭവം ഈ പ്രശ്നം നടന്നു എന്ന് പറഞ്ഞ കുട്ടിയോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ ആരും നമ്മളോട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരിക്കും 12-ാം തീയതി 10-ാം തീയതി നടന്നൊരു ഇഷ്യൂ ശരിക്കും 12-ാം തീയതി അല്ലെങ്കിൽ 13-ാം തീയതി കുട്ടി 11-ാം തീയതി 12-ാം തീയതി കുട്ടി ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നതായിട്ട് കുട്ടിയോ അല്ലെങ്കിൽ അവൻ്റെ സഹപാഠികളോ അല്ലെങ്കിൽ ഹോസ്റ്റലിലുള്ള മറ്റ് വിദ്യാർത്ഥികളോ ആരും നമ്മളോട് നേരിട്ടോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് പോലും നമ്മളെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച പോലീസ് ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ വെച്ച് നടന്നിട്ടുള്ള കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വിദ്യാർത്ഥിയോട് ഒരിക്കലും ഒരു കുറ്റകൃത്യം നടന്നത് അത് പകർത്തി വെക്കേണ്ടത് നമ്മൾ പറയാറില്ല. നമ്മൾ ശരിക്കും അഡ്മിഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ വ്യക്തമായിട്ട് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് നമ്മുടെ ക്ലാസ് സാർമാരോടോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളോടോ നിങ്ങൾക്ക് നേരിട്ട് പറയാം. അതിനുള്ള കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെ എന്തെങ്കിലും നിങ്ങൾക്ക് തെളിവുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് വീഡിയോസ് പകർത്തി അത് സാർമാർക്ക് അയച്ചു കൊടുത്തിട്ടാണ് അവർക്ക് എന്ത് ചെയ്യാം നിയമപരമായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റും. ഏതാ നമ്മൾ ആക്ഷൻ എടുത്തു. നമ്മളിവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, നമുക്കിവിടെ ഹോസ്റ്റൽ ഇൻചാർജസ് ഉണ്ട്. അവർ നേരിട്ട് പോയി അവിടെ എന്ത് ചെയ്തു, അവരവിടെ പോയി അന്വേഷണം നടത്തിയതിൽ നമുക്ക് പ്രത്യേകിച്ച് അവിടെ നിന്ന് മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റ് ഉൽപ്പന്നമൊന്നും കിട്ടിയിട്ടില്ല. അവർ വീഡിയോ പറഞ്ഞ പോലെ MDMA കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ലായിരുന്നു. ഏത് അല്ല നമ്മൾ ആദ്യം ഫസ്റ്റ് എൻക്വയറിക്ക് നമ്മളാണ് പോയിട്ടുണ്ടായത്, നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം. ഇത് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത് 29-ാം തീയതിയാണ്. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അവരാകെ എന്തോ കയ്യിൽ എന്തോ ഇട്ട് വെക്കുന്നുണ്ട്, പക്ഷേ നമുക്കിത് MDMA ആണോ അല്ലെങ്കിൽ മറ്റെന്തിനാണോ നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. ചോദിച്ചു. നമ്മൾ അന്ന് ഇഷ്യൂ ഉണ്ടായ ആ കുട്ടികളോട് നമ്മൾ നേരിട്ട് അന്ന് ഇവിടുന്ന് ഒരു 8ഓളം സ്റ്റാഫുകളുണ്ടായിരുന്നു, മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഇൻചാർജും എല്ലാം ചെന്ന് വിശദമായിട്ട് നമ്മൾ ഹോസ്റ്റൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അവിടെ നമുക്ക് പ്രത്യേകിച്ച് ലഹരിയോ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആ റൂമിൽ നിന്നുള്ള മറ്റ് പാക്കറ്റ് കാര്യങ്ങൾ സിഗരറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ എന്ത് ചെയ്തു, കുട്ടികളോട് പേരൻസുമായിട്ട് വന്ന് സംസാരിച്ചിട്ട് മാത്രം ക്ലാസ് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വാണിംഗ് ലെറ്ററും കൊടുത്തിട്ടാണ് നമ്മൾ ആ ലെറ്ററും കാര്യങ്ങളും ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ കുട്ടീനെ ക്ലാസ്സിൽ ഇരുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ആ കുട്ടീനെ നിരന്തരം, അതായത് ഈ കുട്ടീനെ ഈ സംഭവം 10-ാം തീയതി നടന്നു എന്ന് പറഞ്ഞ കുട്ടി ശരിക്കും 11ഉം 12ഉം കുട്ടി ഇവിടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജനനേന്ദ്രിയം തടന്ന കുട്ടി എങ്ങനെയാണ് ക്ലാസ്സിൽ വന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഇപ്പോൾ കുട്ടിക്ക് ഇനി ഇതിന് മുന്നേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതാണോ, അങ്ങനെ ഇവിടെ വെച്ചാണോ നമുക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. ശരിക്കും പോലീസ് വന്ന് അല്ല നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഇല്ല, ഒരിക്കലും നമ്മൾ പറയുന്നില്ല. അപ്പം ഇല്ല ഒരിക്കലും ഇല്ല. ആരോപണം സംഭവിച്ച അന്ന് തന്നെ തിങ്കളാഴ്ച തന്നെ നമ്മൾ കുട്ടീനെ ഇവിടെ ആരോപിതരായ 2 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് 10ഓളം കുട്ടികളെ നമ്മൾ പോലീസിന് അവർ കേസ് അന്വേഷണയുടെ ഭാഗമായിട്ട് മൊഴിയെടുക്കാൻ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അല്ല, ഒരിക്കലും നമ്മൾ അധ്യാപകർ ഒരിക്കലും കുട്ടീനെ ഇവിടെ ശരിക്കും അവനെ ഉപദ്രവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നല്ല രീതിക്ക് തന്നെ നടത്തിക്കൊണ്ട് പോകണം. ആ സ്ഥാപനത്തിന് ഒരു ചീത്തപ്പേരുണ്ടാകും നമ്മളൊരിക്കലും നമ്മൾ ശ്രമിക്കില്ലല്ലോ. ശരി, അത് അറിയത്തില്ല അതെങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഈ കുട്ടി മാത്രം ചിലപ്പം മറ്റു കേസിലൊന്നും ഇവരോട് കൂടാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ആ റൂമിൽ ചിലപ്പം ഇവർ മാത്രമായിരിക്കും ചിലപ്പം ഇവരുമായിട്ട് അത്ര ബന്ധമില്ലാണ്ട് മാറി നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിന്റെ പേരിലാണെന്ന് പോലും അറിയുന്നത് ശരിക്കും പോലീസ് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിന്റെ പേരിൽ മാത്രമാണ്. അതെ, ഒഫൻസ് തന്നെയാണ്. കാരണം നമ്മുടെ ഒരിക്കലും നമ്മളത് ന്യായീകരിക്കുകയല്ല, ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല. കാരണം ഇതൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായി പോയി. നമ്മൾ ആ കുടുംബത്തിനോടൊപ്പം ഒപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മൾ കുട്ടിയെ നിരന്തരം കുട്ടിയെ ആശ്വസിപ്പിക്കാൻ അതുപോലെ തന്നെ കുട്ടിയായിട്ട് സംസാരിക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരിട്ട് പോയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നേരിട്ട് പോയിട്ട് സംസാരിക്കാൻ പോയി പേരൻസ് സമ്മതിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പേരൻസോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് എല്ലാ സപ്പോർട്ടും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. കാരണം പോലീസിന്റെ കൂടെയും അതുപോലെ തന്നെ ഈ പേരൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ തെളിവുകളും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്യാറാണ്. ഒരിക്കലും കുട്ടിയുടെ കൂടെ തന്നെയാണ് ഗ്രാൻഡ്സ് ഉണ്ടാവും. ഒരിക്കലും
നടപടിയെടുക്കാൻ കമ്പനിയുടെ പേര് രക്ഷിക്കാനൊന്നും ഒരിക്കലും നമ്മൾ നിൽക്കുന്നില്ല. കാരണം കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിൽ വെച്ചോ നമ്മുടെ മറ്റു കുട്ടികളുടെ മുഖേനയാണോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടപടി പ്രകാരം കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഗ്യാരണ്ടി ചെയ്തു കൊടുക്കുന്നതായിരിക്കും.